So, Idoduri, I also want to invite one more person as a founding member of our community, Gordon Chetan. Gordon Chetan, എവിടെയുണ്ട്? So we'll start. So way back. So we'll just spend a few minutes. Wanted to take this opportunity to bring some of our past members and presidents on stage. But I'm going to start with Gordon Chetan. He was part of the founding group that formed Minnesota Malayali Association. As you heard, ഇവിടെ മിനസോട്ടയിൽ അതിന് ഒരുപാട് മുന്നേ ഞാനും ജനിക്കുന്നതിനൊക്കെ മുന്നേ ഇവിടെ മലയാളികളുണ്ടായിരുന്നു. ഗോതൻ ചേട്ടനല്ല. That's how long of a history we have. Minnesota Malayali Association formed ചെയ്തിട്ട് 10 years. So, as part of the one of the founding members, I invite Gordon Chetan to say a few words. Thank you. It is so nice to see all these people. ഇത്രയും ആൾക്കാരെ ഒന്നിച്ച് ഞാൻ ആദ്യം വന്നപ്പോൾ കാണാൻ പറ്റിയിരുന്നില്ല. അന്നത്തെ ഓണത്തിന് വരട്ടെ, അതിന് മുമ്പേ അന്ന് കൂടി ഇവിടെ ഒരു ഏരിയ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, 612. ഇവിടെ ഇന്ത്യൻ സ്റ്റോറുകളൊന്നും ഉണ്ടായിരുന്നില്ല. അരി നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ പാർബോയിൽഡ് റൈസും പ്ലെയിൻ 2 വിധത്തിലുള്ള അരിയേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഇന്നത്തെ നോക്കൂ കാര്യം. അന്നത്തെ ഒരു ക്രിസ്മസിനോ ഓണത്തിനോ വരുന്ന ആൾക്കാർ ഈ 2 റോയിൽ കൊള്ളാവുന്ന ആൾക്കാരേ ഉള്ളൂ. റൂം ഏകദേശം ഈ സ്റ്റേജിൻ്റെ സൈസുള്ള റൂമിൽ നമുക്ക് കൂടാം. ഒരു അരമണിക്കൂർ എന്തെങ്കിലും പ്രോഗ്രാം വേണമെങ്കിൽ അതിനുള്ള കഴിവുള്ള ആൾക്കാരോ അവരെ കുത്തി കൊണ്ടുവരാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്നിപ്പോൾ ഇവിടുത്തെ എല്ലാ ടാലൻറ്റിനും കാണിക്കാനുള്ള ഷോ അതിനുള്ള സമയമില്ല. ഈ ഹോള് ഓൾമോസ്റ്റ് ഫുള്ളായിട്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് അത് 30 കൊല്ലം മുമ്പെയാണ് ഞാൻ വന്നപ്പോൾ. അതിനും കുറച്ച് മുമ്പെയാണ് ഈ ബാബു സാറും ബാക്കിയുള്ളവരുണ്ടായിരുന്നത്. പക്ഷേ അന്നുള്ള 30 ഫാമിലിയെ ഓൾമോസ്റ്റ് എല്ലാവരും ഞങ്ങൾക്ക് അറിയാം. നമുക്കിനി ഫ്യൂച്ചറിനെ പറ്റി ഒന്ന് നോക്കാം. ഒരു 5 കൊല്ലം മുമ്പേ ഒരു ഡോക്ടർ മാത്സനെ ഞാൻ മിനസോട്ട ഹിസ്റ്റോറിക്കൽ സൊസൈറ്റിയിൽ വെച്ച് മീറ്റ് ചെയ്തു. എന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 5th ജനറേഷൻ ഗ്രാൻഡ് ഫാദറാണ് ഇവിടേക്ക് സ്വീഡിഷ് ആൾക്കാരെ കൊണ്ടുവന്നത്. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുകയാണ് നമ്മൾക്ക് ഇനി ഒരു 5th ജനറേഷൻ കഴിഞ്ഞാൽ അന്നത്തെ മലയാളി ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും ഇവിടെ. സ്വീഡിഷുകാരെ നോക്കുകയാണെങ്കിൽ അവർ ഒരുമാതിരി ബ്ലെൻഡിനാണോ, സ്വീഡിഷാണോ ജർമ്മനാണോ വേറെ ആണോ എന്ന് അറിയാൻ പറ്റില്ല. എക്സെപ്റ്റ് ഒരു ജോൺസൺ, സ്വെൻസൺ എന്നൊക്കെയുള്ള പേര് കേട്ടാലല്ലാതെ ബാക്കിയുള്ളതൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ മോഹം എന്താണെന്ന് വെച്ചാൽ ഒരു 5ാമത്തെ ജനറേഷൻ ഞാനത് കാണാനുണ്ടാവില്ല. വരുമ്പോൾ ഈ നമ്മുടെ നല്ല ഡ്രസ്സ്, നല്ല ഫുഡ്, ഇതൊക്കെ മിനസോട്ടയിലത്തെ ഒരു സാധാരണ സംഭവമായിട്ടിരിക്കണം. അങ്ങനെ അതും വിഷ് ചെയ്തിട്ട് ഇനി അടുത്ത ജനറേഷനെ വിഷ് ചെയ്യുന്നു. താങ്ക് യു ഗോതൻ ചേട്ടാ. പറഞ്ഞല്ലോ നമ്മുടെ ഫസ്റ്റ് പ്രസിഡന്റ് മിസ്റ്റർ ജോസഫ് പൗലോസ് ഈസ് നോട്ട് ഏബിൾ ടു ബി വിത്ത് us today, but I invite Mr. Paul Kuttikaran, who is up next. Thank you, Kurian. ഗോതൻ പറഞ്ഞതുപോലെ the changes from the beginning, to what we see last 11 years, maybe ഞാൻ മലയാളത്തിലോട്ട് മാറ്റാം. ആ മാറ്റം വളരെ വലുതായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ പലപ്പോഴും ആ റിഫ്ലക്ഷൻസ് കണ്ടപ്പോൾ അതിൽ തന്നെ എല്ലാവരും ഇരുന്ന് ചിരിക്കാൻ മാത്രം 10 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ രൂപം എന്തായിരുന്നു, എൻ്റെ മകളുടെ രൂപം എന്തായിരുന്നു, അതുപോലെ നിങ്ങളെല്ലാവരും ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ലോട്ട് ഓഫ് ഫൺ. മെമ്മറീസ് ചെറിഷ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി രസമായിട്ട് തോന്നി. അപ്പോൾ അത് തുടങ്ങിയത് കുര്യൻ ആൻഡ് ടീം, ദാറ്റ് വാസ് ഗ്രേറ്റ്, എ ഗ്രേറ്റ് ഷോ ടു സീ ദാറ്റ് നമ്മൾ 10 വർഷം പാസ് ചെയ്തു എന്നുള്ളത്. ഞാൻ 2004 പ്രസിഡൻ്റായിട്ട് ഏറ്റെടുക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള കുര്യൻ ബെഞ്ചമിൻ ഈസ് ഇൻ ടെക്സസ്, സ്റ്റിൽ ഈസ് ഹിയർ, പാഷനേറ്റ് ടു ബി ഹിയർ ആൻഡ് ഗ്ലാഡ് ബെഞ്ചമിൻ യു ആർ ഹിയർ. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് കണ്ടൊരു പ്രത്യേകത, ഞങ്ങൾ ന്യൂജേഴ്സിയിൽ ഒരു പ്രാവശ്യം ഞാനായിരിക്കുമ്പോൾ പലരും ചോദിച്ചു, മിനസോട്ടയിൽ മലയാളികളുണ്ടോ?
ഐ തോട്ട് ഓഫ് ദാറ്റ്സ് എ ബിഗ് ചാലഞ്ച്. ഇപ്പോൾ അടുത്ത വർഷം ഞങ്ങൾ ആദ്യം ചെയ്തത് മിനിസോട്ടയിൽ മലയാളികളുണ്ടെന്ന് ലോകം മുഴുവൻ അറിയിക്കാവുന്ന രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ സംഘടിപ്പിച്ചു. നാട്ടിൽ നിന്ന് യേശുദാസ് ഇവിടെ വന്ന് പ്രഗത്ഭമായിട്ട് വളരെ ആഘോഷമായിട്ടുള്ളൊരു പരിപാടി നടത്തി. പിന്നെ ശോഭന അതിപ്പോൾ നമ്മുടെ കലാമണ്ഡലം ടീം ഇവിടെ വന്ന് നമ്മുടെ കഥകളി ഒരു അനദർ പ്രോഗ്രാം. സോ വി കുഡ് സ്റ്റാർട്ട് ലോട്ട് മോർ. ഇവിടെയുള്ള മലയാളികൾ ഞങ്ങൾക്ക് പോലും അത്ഭുതപ്പെടാവുന്ന രീതിയിലുള്ള ഒരു നല്ല ടീം ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ എല്ലാവരുടെയും സഹകാരം ഉണ്ടായിരുന്നു. സോ വി സ്റ്റാർട്ടഡ് ലോട്ട് ഓഫ് തിങ്സ് ഫ്രം ദാറ്റ് മൊമെൻറ്റ് ആൻഡ് ഐ എം സോ പ്രൗഡ് ടു സീ ദാറ്റ് ഒത്തിരി കൂടെ വളർന്ന് വലുതായിട്ട് ഒരു വലിയ വടവൃക്ഷമായിട്ട് നാട്ടിൽ നിന്ന് വന്ന ഈ നമ്മുടെ മലയാളി പ്രവാസികൾ തീർന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇത് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് അടുത്ത ജനറേഷനാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ യൂത്ത് ഇലക്ഷൻ കണ്ടപ്പോഴും ഐ സർപ്രൈസ്ഡ്. ഈവൻ ടു മൈ സൺ ഐ ടോൾഡ് ഹിം, ജോയലെ നീ നിൽക്കണ്ടടാന്ന്. ഞാൻ സിംപ്ലി ഐ ജസ്റ്റ് ടോൾഡ് ഹിം. ഹി സോട്ട് നോ ഡാഡ്, ഐ തിങ്ക് ഐ വാണ്ട് ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. സോ I felt that, how passionate our children, നമ്മളുടെ പൈതൃകവും നമ്മുടെ പാരമ്പര്യവും നമ്മളുടെ കലയും സംസ്കാരവുമെല്ലാം അടുത്ത തലമുറ കയ്യേറ്റി മുന്നേറാനായിട്ടുള്ള ആ ശ്രമത്തിൽ നമുക്കെല്ലാ ആശംസകളും ഞാൻ നേരുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ. താങ്ക് യു. Thank you, Paul. So again, today we don't have our next president. After that was Mrs. Lucy Paulus. Again, she's not here with us today, but I invite Jagan to say a few words. ഞാൻ അധികം നീട്ടുന്നില്ല. 10ാമത്തെ വർഷം ആഘോഷിക്കുന്ന MMA-യുടെ ഈ ആഘോഷവേളയിൽ ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഞാനിവിടെ വന്നിട്ടും 10 വർഷമായി. ആ 10 വർഷവും ഒരു കുടുംബത്തെ പോലെ ഒരു നല്ല കൂട്ടായ്മയോടുകൂടി നമ്മൾ ഗൃഹാതുരത്വം ഉണർത്തുന്ന രീതിയിൽ ക്രിസ്മസും അതുപോലെ ഓണവും പല പരിപാടികളും നമ്മൾ നടത്തി. ഇതെല്ലാം MMA-യുടെ ബോർഡിൻ്റെ മാത്രം കഴിവല്ല, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ ഇത്രയും വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അപ്പം ഇനിയും ഇതേപോലത്തെ സഹകരണം, നിസ്വാർത്ഥമായ സഹകരണം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ ആദ്യമേ വന്ന സമയത്ത് പലരും പറയാറുണ്ട്, ബോർഡ് എന്താ പറയുന്നത്, അവർ വലിയ ആൾക്കാരാണ്, എന്താ പറയുന്നത്, നമുക്കൊന്നും അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ സ്വീകരണം, ഞങ്ങളുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഞാൻ വന്ന സമയത്ത് ഐ വാസ് അറൗണ്ട് 26-27 അറ്റ് ദാറ്റ് ടൈം. അപ്പം നിങ്ങൾക്ക് പലരിലും ഇപ്പോൾ ഉള്ള ഒരു ചിന്ത ഞങ്ങൾക്ക് ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാം അവർ വളരെയധികം എന്താ പറയുന്നത് ഹാർദവുമായി ഞങ്ങളെ സ്വീകരിച്ച് പല കാര്യങ്ങളും ഞങ്ങളെ ഇൻവോൾവ് ചെയ്യിക്കുകയും ആ ഒരു മെച്യൂരിറ്റി, ഐ തിങ്ക് വി ഹാവ് ഓൾസോ എൻജോയ്ഡ് ദാറ്റ്. അപ്പോൾ അതൊരു നല്ല, ഇപ്പോൾ ഉള്ളവരും നിങ്ങളങ്ങനെ യു ഡോണ്ട് ഹാവ് ടു ബി ഹെൽഡ് ബാക്ക് ഫോർ എനിത്തിങ്. യു ക്യാൻ എന്താ പറയുന്നത്, വളരെ ഇതൊരു കൂട്ടായ്മയാണ്. നമ്മുടെ എല്ലാവരുടെയും സഹകരണം ഇല്ലാതെ ഇതൊരു മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം എല്ലാവരും മുന്നിലോട്ട് വന്ന് ഇതിനെ എന്നാ പറയുന്നത് നല്ലൊരു ഓർഗനൈസേഷനായിട്ട് മുന്നിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. താങ്ക് യു ജഗൻ. സോ വീണ്ടും ഓരോ ബോർഡും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുടെ ഓൺ പേഴ്സണൽ ടൈം വേറെ ഒരു റിവാർഡും എക്സ്പെക്റ്റ് ചെയ്യാതെ സാക്രിഫൈസ് ചെയ്ത് ഈ ജഗൻ്റെ പറഞ്ഞ സമയമുള്ള കൊച്ചു പിള്ളേർ മുതലുള്ള സമയങ്ങൾ അവരുമായിട്ടുള്ള സമയം വരെ മാറ്റി വെച്ചാണ് ഈ കമ്മ്യൂണിറ്റിക്ക് സെർവ് ചെയ്തിട്ടുള്ള ബോർഡ് മെമ്പേഴ്സും. സോ അത് പ്രത്യേകിച്ച് മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഇലക്ഷൻ വി ഹാവ് എ ഫുൾ ബോർഡ് വിത്ത് അസ്. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. സോ വി ഹാവ് ദാറ്റ്സ് എ റിയലി ഗുഡ് സൈൻ. പണ്ടൊക്കെ പലരെയും പിടിച്ച് വലിച്ചാണ് നമ്മൾ ബോർഡിലൊക്കെ ആക്കുന്നത് അല്ലേ. സോ ദാറ്റ്സ് എ റിയലി ഗുഡ് സൈൻ ഫോർ അവർ കമ്മ്യൂണിറ്റി. നമുക്കൊരു ഫുൾ ബോർഡ് പലരും വോളണ്ടിയർ ചെയ്ത് വന്ന്, സോ ഹോപ്പ്ഫുള്ളി നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനും സപ്പോർട്ടും മിനസോട്ട മലയാളി അസോസിയേഷനുണ്ടായിരിക്കണം എപ്പോഴും. ഇതിൽ ഒരുപാട് ഉപരി കാര്യങ്ങൾ നമുക്കൊന്നിച്ച് ചെയ്യാൻ പറ്റും. എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഈ ക്രിസ്മസ് സമയത്തിന് പ്രത്യേകിച്ച് ഓർപ്പിക്കാനുള്ളത് ഈ ചാരിറ്റി വക കാര്യങ്ങൾ, മറ്റു ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളെ ഇത്രയും പേർക്ക് ഒരുപാട് ടാലൻസും പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. അപ്പം അങ്ങനത്തെ ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് പ്രോഗ്രാംസും ചാരിറ്റി വർക്കും നമ്മുടെ ലൈബ്രറി തിരിച്ചൊന്നുകൂടെ കൊണ്ടുവരാൻ, അതുപോലെ പല പരിപാടികൾ
നമുക്ക് ഇച്ചിരൂടെ നല്ലതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഹോപ്പ്ഫുള്ളി നമ്മുടെ നെക്സ്റ്റ് ബോർഡും തുടങ്ങി we will be able to do that. So again, നീട്ടി പറയുന്നില്ല, on behalf of all of us, we welcome you to the Christmas program 2011. Thank you.